മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 വാക്യം 39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇന്നിന്റെ ലോകം സമയത്തിന് മുൻതൂക്കം കൽപ്പിക്കുമ്പോൾ, സ്വന്തം കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ സ്വയം മറന്നുകൊണ്ട് തന്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ തിടുക്കത്തിൽ ഓടിയ ഒരമ്മയുണ്ട്. ആ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ആനന്ദം നിറഞ്ഞു തുളുമ്പുന്ന പ്രസന്നവദനവും പരിശുദ്ധാത്മാവിനെ വെളിച്ചം പ്രതിബിംബിക്കുന്ന നയനങ്ങളും എല്ലാം സംഗ്രഹിക്കുന്ന ഒരു ഹൃദയവുമുള്ള ഒരു കന്യകയായിരുന്നു അവൾ. താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടും സ്വയം മറന്നുകൊണ്ട് തന്റെ ഇളയമ്മയായ എലിസബത്തിന് നന്മ ചെയ്യുവാൻ വേണ്ടി 130 കിലോമീറ്റർ ദൂരം തിടുക്കത്തോടെ യാത്ര ചെയ്ത് അവളെ ശുശ്രൂഷിച്ചതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാമും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തിടുക്കമുള്ളവരാകണം. എൻ്റെ മനസ്സിലേക്ക് ചെറിയൊരു അനുഭവമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഫോർമേഷൻ്റെ ആദ്യകാലം ഒരിടവകയിൽ സഹായിക്കാനായി കടന്നു ചെന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം മദറിൻ്റെ ഒപ്പം ഒരു ഭവന സന്ദർശനത്തിനായി കടന്നു ചെന്നു. അങ്ങനെ ഒരു വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അവിടെ മരണത്തിന്റെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു വല്യമ്മച്ചിയെ കാണുകയും ഉടൻ തന്നെ മദർ ഇടവക വികാരി അച്ഛനെ വിളിപ്പിച്ച് ആ വല്യമ്മച്ചിക്ക് ആവശ്യമായ രോഗിലേപനം കൊടുക്കുകയും അങ്ങനെ സ്വർഗീയ സമ്മാനത്തിനായി ആ അമ്മച്ചിയെ ഒരുക്കുകയും ചെയ്തു. മരണാസന്നമായി കിടക്കുന്ന ഒരു രോഗിക്ക് എന്താണ് അത്യാവശ്യമായി വേണ്ടത് എന്ന് തിടുക്കത്തോടെ കണ്ടറിഞ്ഞ മദറിന്റെ ഈ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തെ സ്പർശിക്കുകയും എലിസബത്തിന്റെ അടുക്കിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് അവൾക്ക് നന്മ ചെയ്ത പരിശുദ്ധ അമ്മയെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയും ചെയ്തു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ തിടുക്കം നമുക്കൊരു മാതൃകയാകട്ടെ. അനുദിന സംഭവങ്ങളിൽ ഈ തിടുക്കത്തിനൊരു ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ മാസങ്ങളിലായി നടന്ന ഇന്ത്യയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വയനാട് ജില്ലയിൽ ശൂരന്മല മുണ്ടക്കൈ പ്രദേശത്ത് നടന്ന അതിഭയാനകമായ ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ച് മരണമടഞ്ഞ് കാണാതെ പോയവരെ അന്വേഷിച്ചിറങ്ങാനും സ്വന്തമെന്ന് പറയുവാൻ ആരുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമായി മാറുവാനും തിടുക്കത്തിൽ എത്തിയവർ, വെറും മിനിറ്റുകളുള്ള ഫോൺ കോളിനാൽ അവരെ സഹായിക്കാൻ എത്തിയവർ, ഇവരുടെ ഈ തിടുക്കമുള്ള ഹൃദയം നമ്മുടെ മുൻപിൽ ഒരു ഉദാഹരണമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ തിടുക്കം നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാൻ നമുക്ക് തീക്ഷ്ണതയുള്ളവരാകാം. അങ്ങനെ സഭയ്ക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നന്മ ചെയ്തുകൊണ്ട് നന്മയുടെ ഹൃദയത്തിന് ഉടമകളായി നമുക്ക് മാറാം.